ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന സ്ഥലത്തെ ആ ഒരു കേസുണ്ടല്ലോ, 2 സിസ്റ്റർമാരെ നൺസിനെ അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു എന്നൊക്കെ ഉള്ളത്. എനിക്കൊരു സംശയം, ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് മോഡി ആൻഡ് കമ്പനിയാണോ അതോ പ്രതിപക്ഷ പാർട്ടികളാണോ? ഈ പ്രതിപക്ഷ പാർട്ടികൾ, എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള കുറേ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പാർട്ടികളെല്ലാം കൂടെ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാവരും കൂടെ ഓടി അലച്ചത് അവിടെ ചെന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പോവുക? അപ്പോൾ ഇവരാണോ അവിടെ ഭരണം നടത്താൻ പോകുന്നത് ഇനി? ഇത് കണ്ടിട്ടൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അവിടെ 2 സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഞാനെന്തോ ക്രിസ്ത്യൻ വിരോധിയാണ്. അല്ല, എനിക്ക് ക്രിസ്ത്യൻ മതത്തോട്, ക്രിസ്ത്യാനികളോട് എനിക്ക് യാതൊരു വിരോധമില്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്, എല്ലാവരും നല്ല ക്രിസ്ത്യാനികളാണ്. പക്ഷെ അവരാരും ഒരിക്കൽ പോലും ഈ മതപരിവർത്തനം എന്നൊരു വിഷയമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല, ഒരു സൂചന പോലും തന്നിട്ടില്ല. പിന്നെ ഇവിടെ എന്താണ് നടക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. എവിടെ? ഈ ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. ഛത്തീസ്ഗഡ് ഉണ്ട്, അതിനടുത്തുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട് ജാർഖണ്ഡ്, പിന്നെ ഈ ഹൈദരാബാദ്, തെലുങ്കാന. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. പല മലയാളികൾക്കും അറിയില്ല. കാരണം മലയാളി ക്രിസ്ത്യാനികൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവരെ പോലെയാണ് ഇന്ത്യയിലുള്ള സകല ക്രിസ്ത്യാനികളും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ വേറെ ചില അനാവശ്യ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ 3-4 എക്സാമ്പിൾ ഇപ്പോൾ പറയാൻ ശ്രമിക്കുകയാണ്. സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കാം. ഈ സംസ്ഥാനങ്ങളിലൊക്കെ, ഈ ട്രൈബൽസ് കൂടുതലുള്ള, അതായത് ആദിവാസികൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഛത്തീസ്ഗഡും ജാർഖണ്ഡും. ഇവരൊക്കെ മലയോരത്ത് താമസിക്കുന്നവർ, ആദിവാസികൾ. ഇനി ആദിവാസികൾ അല്ലാത്തവരാണെങ്കിൽ പോലും ഈ ട്രൈബൽ ഏരിയ താമസിക്കുന്നവരുണ്ടല്ലോ, കുറച്ചൊക്കെ ഫോറസ്റ്റിലേക്ക് മാറി താമസിക്കുന്നവർ. അവിടെ ഈ ട്രൈബൽ ഏരിയയിലേക്ക് ഗവൺമെൻറ് ഓഫീസുകളില്ല, പോലീസ് സ്റ്റേഷനുകളില്ല, ആശുപത്രികളില്ല, ഇങ്ങനെ പലതും ഇല്ല. അവിടെ മനുഷ്യന് ആവശ്യമുള്ളത് പലതും ഇല്ല. അവരൊക്കെ അവിടെ തന്നെ അവരുടെ നാട്ടുവൈദ്യമൊക്കെ ആയിട്ട് ഇപ്പോഴും ജീവിച്ചു കൂടുകയാണ്. അവിടെ ഒരു ജനനം നടന്നാലും മരണം നടന്നാലും ഗവൺമെൻറ്റിൽ അറിയിക്കണമെന്ന് നിയമമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നും പറയാറൊന്നുമില്ല. അപ്പോൾ ഈ ടീനേജേഴ്സ്, ചെറുപ്പക്കാരികളെ അവിടുന്ന് കാണാതാകുന്നു. അവർ പോകുന്നു, എങ്ങോട്ടോ പോകുന്നു, ജോലിക്കായിട്ട് പോകുന്നു, അതല്ലെങ്കിൽ സെമിനാരിൽ ചേരാൻ പോകുന്നു, മറ്റുള്ള സിറ്റികളിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഒന്നും കണക്ക് അവിടെ ഇല്ല. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ പെട്ടെന്ന്. അവിടെ കാശ് കൊടുത്തുള്ള കൺവേർഷൻ നടക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം എൻ്റെ കമ്പനിയിൽ ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ വന്ന് 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയൊക്കെ പഠിച്ച് കഴിയുമ്പോൾ ഇവർ പോകും. ഇല്ല, ഇവരെല്ലാം ഒരുതരം കാഷ്വൽ ലേബേഴ്സാണ്, പ്രത്യേകിച്ച് പണിയൊന്നും അറിയാതെ വരുന്നവരാണ്. അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കും, പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഏതെങ്കിലും കമ്പനിയിൽ 2000-3000 ഒക്കെ കൂടുതൽ ശമ്പളം കിട്ടും, അവർ പോകും. ഇവരിൽ പലരും പേരൊക്കെ ഹിന്ദു പേരുകൾ തന്നെയാണ്, പക്ഷേ ക്രിസ്തു മതം സ്വീകരിച്ചവരാണ്. കാശിന് പ്രശ്നം വന്നപ്പോൾ ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. എന്താണ് ഈ കാശിനുള്ള പ്രശ്നം? ഒരു എക്സാമ്പിൾ പറയാം. വീട്ടിലൊരു മരണം ഉണ്ടാകുന്നു. വീട്ടിൽ അമ്മയോ അമ്മൂമ്മയോ അപ്പൂപ്പനോ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ ആ മരണത്തിൽ അവിടെ ശവം അടക്കാനായിട്ടുള്ള കാശില്ല. അവർക്ക് വേണ്ട ചില ബേസിക് പൂജകളൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ ഇതൊക്കെ, അതിനുള്ള കാശില്ല. ഇങ്ങനെ കാശില്ലാതെ വരുന്നു. വേറൊരു എക്സാമ്പിൾ, ഒരു കല്യാണം നടക്കുന്ന ഒരു പെണ്ണിൻ്റെ എന്തെങ്കിലുമൊക്കെ അയൽവക്കക്കാർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, 10-50 പേരെ വിളിച്ച്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതാ വരുന്നു രക്ഷകൻ, ദൂതൻ, പുണ്യാളൻ, അതല്ലെങ്കിൽ സമരിട്ടൻ. അവർ വന്നിട്ട് 10,000, 20,000, 30,000, 50,000 ഒക്കെ അങ്ങ് കാശ് കൊടുക്കുകയാണ്. കാശ് കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്തോളൂ, ഞങ്ങൾ നല്ല മനുഷ്യരാണ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സഹായം കൊടുത്തിട്ട് പോകുന്നു. ഇവർ ഈ കാശുമൊക്കെ മേടിച്ചിട്ട് അവരുടെ കാര്യം വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. എന്നിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും അതേ മനുഷ്യൻ വരികയാണ്. ഞാൻ നിങ്ങളെ പണം തന്ന് സഹായിച്ചല്ലോ, ആ കാശ് എപ്പോഴാണ് തിരിച്ചു തരുന്നത്? അപ്പോൾ ഇവരൊന്ന് ഞെട്ടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഗിഫ്റ്റാണെന്നാണ്. അത് ഗിഫ്റ്റൊന്നുമല്ല, ഞാനൊരു ലോണായിട്ട് തന്നാണ്, പിന്നെ പലിശയൊന്നും വേണ്ട, കാശ് തിരിച്ചു തരിക, എനിക്ക് ഇനിയും മറ്റുള്ളവരെ സഹായിക്കണ്ടേ. അങ്ങനെ വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് ഈ ആൾക്കാരെ കയ്യിലെടുക്കും. അപ്പോൾ അവർക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല. ഇവരിനി 5 വർഷം പണിതാൽ പോലും ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇവർ ഡെയിലി ഉണ്ടാക്കുന്ന കാശ് ഇവർക്ക് ജീവിക്കാനുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കുറേ ദിവസം കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ വരും, അല്ലെങ്കിൽ മറ്റൊരാൾ വരും. വന്നു കഴിഞ്ഞിട്ട് വേറെ സൊല്യൂഷൻ കൊടുക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അകലെ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ അകലെ ഒരു പള്ളിയുണ്ട്, അവിടെ പോയി അവിടുത്തെ അച്ഛനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അമ്മയോട് സംസാരിക്കുക. അവർ നിങ്ങൾക്ക് ഇതിനുള്ള പരിഹാര മാർഗം പറഞ്ഞു തരും. അടുത്ത ദിവസങ്ങളിൽ ഇവർ ആ സ്ഥലത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകും ഏതെങ്കിലും കാളവണ്ടിയിലൊക്കെ കയറ്റി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചെല്ലുമ്പോഴേ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവരോട് ഇരിക്കാൻ പറയുന്നു. ഭക്ഷണം കഴിച്ചിട്ട് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ TV കാണിച്ചു കൊടുക്കുന്ന മുഴുവൻ ഇവരുടെ കുറേ മതപരമായ കാര്യങ്ങളാണ്. കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നു, അവർക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിക്കുന്നു, ഒരാൾ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നു, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ വേദന പോയെന്ന് അവനങ്ങ് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ പലരും TV കണ്ടിട്ടുള്ള കാര്യമാണ് മലയാളികൾ. നമ്മളിത് കണ്ടാലും നമുക്കൊന്നും തോന്നുന്നില്ല, നമ്മൾ കുറച്ച് ചിരിക്കും. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. ഈ ആളുകളുടെ വിചാരം എന്താണ്?
ഇങ്ങനെ തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ അസുഖം പോകുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഉപദേശമാണ്, ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. നിങ്ങൾ ജീസസിൽ വിശ്വസിക്കുക, കർത്താവിലേക്ക് വരിക, ഞങ്ങളുടെ വഴിയെ നിങ്ങൾ വരിക, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം കൊണ്ടും തരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് മാനസാന്തരപ്പെടുത്തും. എന്നിട്ട് പൊക്കോളാൻ പറയും. കാശൊന്നും ചോദിക്കത്തില്ല, ഒന്നുമില്ല. അടുത്ത ഞായറാഴ്ച കൃത്യമായിട്ട് ഇവിടെ വരണം, ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം. വീണ്ടും ഇവരെ അവിടുന്ന് പിക്ക് ചെയ്യാനായിട്ട് വണ്ടികൾ പോവും. അവർ വരും, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറേ കൂടെ ഇഞ്ചക്ഷൻ നടത്തും. ഇതുപോലെ മതപരമായ കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ കാശിൻ്റെ കാര്യങ്ങൾ പറയും. ഇനി നിങ്ങൾക്ക് കാശ് തരാനില്ലെന്ന് തന്നെ വെച്ചോ, ഞങ്ങൾക്ക് ദൈവവിളി വന്നു, നിങ്ങളിൽ നിന്ന് കാശ് വാങ്ങിക്കരുത്. നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കണം, ദൈവപുത്രൻ പറയുന്നത് കേൾക്കണം. അതുകൊണ്ട് ഞായറാഴ്ച ഈ പള്ളിയിൽ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു ദിവസം ജോലി ചെയ്യേണ്ട. നിങ്ങൾ ജോലി ചെയ്യുവാണെങ്കിൽ തന്നെ അത് പബ്ലിക്കിന് വേണ്ടി ചെയ്യുക, സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥന നടത്തുക, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് ഇവരെ ഞായറാഴ്ച ബന്ധനത്തിലാക്കുന്നു. ഇനി ചിലരൊക്കെ ഇതിനകത്ത് എതിര് പ്രകടിപ്പിക്കും. ഇല്ല, ഞങ്ങൾ വരില്ല, ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ കാശിങ് തന്നേക്ക്. അപ്പോൾ കാശിങ് തന്നേക്ക് എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ അയൽക്കാർ ആരെങ്കിലുമൊക്കെ പറയും, എന്തിനാണ് ഈ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് എന്തോ കിട്ടാനായിട്ടാണ്, അവിടുന്ന് ആരെങ്കിലും 10 പൈസ തരുമോ? ഇങ്ങനെ കുറേ അയൽക്കാരോട് പറയും, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അച്ഛനാ സഹായിച്ചത്, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അച്ഛനാ സോൾവ് ചെയ്ത് തന്നത്, പിന്നെയും കാശ് തന്നു, വാന്ന് നമുക്ക് ഒന്നിച്ച് പള്ളിയിൽ പോകാന്നേ, ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഈ പറയുന്ന ആളുണ്ടല്ലോ, ഈ അയൽക്കാർ, അവർക്കും കമ്മീഷനുണ്ട്. ഈ രീതിയിൽ ഇവരെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് വീണ്ടും. അങ്ങനെ അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾ ആരെയും ഫോഴ്സിബിളി കൺവേർട്ട് ചെയ്യുന്നില്ല, അല്ലെ പെർസിക്യൂട്ട് ചെയ്യുന്നില്ല, ബലം പ്രയോഗിച്ച് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ശരിയാണ്, ബലം പ്രയോഗിച്ചൊന്നും ചെയ്യുന്നില്ല. 10,000 മുതൽ 50,000 വരെ രൂപ കൊടുത്ത് അവരെ ട്രാപ്പിലാക്കിയിട്ട് പിന്നെ വേറൊരു തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവരെ മാനസാന്തരപ്പെടുത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ കാശ് ഇൻവോൾവ് ആണ്, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. പക്ഷെ പെട്ടെന്ന് നമ്മൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ഫോഴ്സിബിളി എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യെ പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് മാറുക, അല്ലെങ്കിൽ നീ ഇപ്പം പണ്ട് ഔറംഗസേബ് കാണിച്ചെന്ന് പറയുന്ന പോലത്തെ ആരെങ്കിലും തലവെട്ടിക്കളയും, നീ ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ വളരെ കൺവീനിയൻ്റ് ആയിട്ട് സമർത്ഥമായിട്ട് ഇവരുടെ തലയിലേക്ക് ഈ ജീസസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇടിച്ചു കയറ്റി കാശ് കൊടുത്ത് സഹായിച്ച് അവരെ മാനസാന്തരപ്പെടുത്തുകയാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി കിട്ടുന്നു, നല്ല കാര്യമല്ലേ? ഒരു മാസം 10,000 രൂപ വരുമാനം വരുന്നു, അവരും വിചാരിക്കും എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ അങ്ങ് പോയേക്കാം. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ഈ 2 സ്റ്റേറ്റുകളിലുള്ള ആളുകൾ എൻ്റെ അടുത്ത് ജോലിക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് പല പ്രോജക്റ്റുകളും എൻ്റെ ബിസിനസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്ന പല ആൾക്കാരും ഇതുപോലെയാണ്. സൺഡേ പണിക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും, ഇല്ല സാർ സൺഡേ പറ്റില്ല. ഇല്ല, പറ്റത്തില്ല സാർ, എന്ത് പറഞ്ഞാലും ഞാൻ സൺഡേ വരത്തില്ല. പിന്നെ കൂടുതലായിട്ട് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്, അതെ വേറൊരു പ്രശ്നമുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്, അവിടെ പള്ളിയിൽ ചെല്ലണം, ഇല്ലെങ്കിൽ അവർ വഴക്ക് പറയും. ഇതേ പ്രവൃത്തികൾ തന്നെ ഹൈദരാബാദ് സിറ്റിയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനോടിടയ്ക്കുള്ള കാര്യമായി ഞാൻ പറയുന്നത്. എൻ്റെ 2 ഡ്രൈവർമാരും, എല്ലാവരും അല്ല, ഈ ഡ്രൈവർമാരും ഇതുപോലെയാണ്. 1 വർഷം 1.5 വർഷത്തിൽ കൂടുതലൊന്നും ജോലി ചെയ്യില്ല. ഈ ഡ്രൈവർമാർ വന്നിട്ട് അവരും പറയുകയാണ്, സാർ എന്ത് പറഞ്ഞാലും സൺഡേ വരാൻ പറ്റത്തില്ല. കൂടുതൽ ചോദിച്ചു കഴിയുമ്പോൾ പള്ളിയിൽ പോകണം. പിന്നെ സെർവൻ മെയ്റ്റ്സ്, വീട്ടിലെ ജോലികൾക്കായിട്ട് വരുന്നവർ, കേരളത്തിലെ പോലെ 10,000 15,000 ഒന്നും ഇവിടെ ജോലിക്കാർക്ക് കാശ് കൊടുക്കണ്ട. ഒരു ജോലിക്ക് ഫ്ലാറ്റുകളിലൊക്കെ വന്നാലേ ഒരു ജോലിക്ക് അവർക്ക് 800 മുതൽ 1000 രൂപ വരെയാണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരാൾ പാത്രം കഴുകും, ഒരാൾ ടോയ്ലറ്റ് വൃത്തിയാക്കും, വേറൊരാൾ തറ ഒക്കെ തുടച്ച് വൃത്തിയാക്കും. ഇങ്ങനെ പല രീതിയിൽ ആ വീട്ടിലെ ജോലികളെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ തന്നെ ഒരു വീട്ടിലെ 3 ജോലിയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് 2,400 രൂപ അല്ലെങ്കിൽ 3,000 രൂപ ഒരു മാസം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് സെർവൻറ്റ് മെയ്റ്റ്സ് ഉണ്ട് നമ്മുടെ ചുറ്റുപാടുമായിട്ട്. ഇവരിൽ പലരും ഇതുപോലെ ക്രിസ്ത്യാനികളായി മാറിയവരാണ്. ഇവരൊക്കെ ഓരോ സഹായം മേടിച്ചിട്ട് ക്രിസ്ത്യാനികളായി മാറേണ്ടി വന്നവരാണ്. ഇവിടെ കാശ് കൊടുക്കുന്നില്ല, സാമ്പത്തികമായ യാതൊരു തിരിമറിയില്ല എന്നൊക്കെ പ്രത്യക്ഷമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും പരോക്ഷമായിട്ട് ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തെളിവുണ്ട്. ശരിക്കും ഇവിടെ അന്വേഷിക്കേണ്ടത് എന്താണെന്നോ, ഈ സിസ്റ്റർമാരെ എടുത്ത് അകത്തിട്ടു. ഇവരെ അകത്തിട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ പോരാ. ഇവരെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇവരെ കൊണ്ട് ആരാണ് ഈ പണി ചെയ്യിക്കുന്നത്? ഈ സ്ത്രീകളെ കൊണ്ട്. ശരിയായിരിക്കാം, ഇവർ കേരളത്തിൽ നിന്ന് വന്ന നല്ല മനസ്സുള്ള ക്രിസ്ത്യാനികളായിരിക്കാം, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരോട് അവരുടെ മുകളിലിരിക്കുന്നവർ പറയുകയാണ്, നീ ആ സ്ഥലത്ത് പോയി പ്രവർത്തിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ടല്ലേ അനുയായികളെ കൂട്ടിയെടുത്തത്, അല്ലെ ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ പടർത്തിയത്. അതുപോലെ ഈ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട്, ഈ ദുർഗിലുമൊക്കെ പോയി, ആ ബോർഡർ ഏരിയയിലൊക്കെ പോയിട്ട്, ബാക്ക്വേർഡ് ഏരിയയിൽ പോയിട്ട് 100 കണക്കിന് ആൾക്കാരെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അവർക്ക് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അത് അവരുടെ ഇഷ്ടം, അവരാ വേഷമൊക്കെ ഇട്ടു. ഇനി അവരാ രീതിയിൽ തന്നെ ജീവിക്കാനും മരിക്കാനും ആഗ്രഹിക്കുന്നു, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഇവരെ പറഞ്ഞു വിട്ടവരുണ്ട്. അവരാരാണ്? അവരുടെ ആ പറഞ്ഞു വിട്ടവരുടെയാണ് കാശ് മുഴുവൻ ഇരിക്കുന്നത്, ഈ സിസ്റ്റർമാരിലല്ല. ഈ സിസ്റ്റർമാരിൻ്റെ അവസാന കണ്ണിയാണ്. അപ്പോൾ അവർ 1000 കണക്കിന് രൂപ അവർക്ക് എവിടെ നിന്ന് വരുന്നു?
ഈ ഛത്തീസ്ഗഡിലെ പോലീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ബജരംഗ് ദളുകാർ തെളിവ് സഹിതമാണ് ഇത്തവണ ഈ ട്രാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ട്രാപ്പ് തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് ക്രിസ്ത്യൻ സഭകളെ ട്രാപ്പിലാക്കാനുള്ള പരിപാടി തന്നെയാണ്. അവരിൽ എല്ലാ തെളിവുകളും ഉണ്ട്. എവിടുന്ന് കാശ് വന്നു, ഏത് ജർമ്മൻ സൊസൈറ്റിയിൽ നിന്ന് കാശ് വന്നു. ഞാൻ ജർമ്മൻ എന്ന് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ എത്ര നല്ല ഹിന്റ് തരുവാണ്. ജർമ്മനിയിൽ നിന്നുള്ള ഫണ്ടാണ് ഛത്തീസ്ഗഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ചർച്ചിലേക്ക് അവരുടെ ഡച്ച് മാർക്ക് വരുന്നു, ഡോളർ പോലെ തന്നെ വന്നിട്ട് ആ കാശ് അവരുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്ത് ഇതുപോലുള്ള മതപരിവർത്തനത്തിനായിട്ടും ഉപയോഗിക്കുകയാണ്. സ്കൂൾ ഉണ്ടാക്കാനും ആശുപത്രി ഉണ്ടാക്കാനും മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, ഈ രീതി ചിലവാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. പോലീസ് ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഏതൊക്കെ രീതിയിലേക്ക് കാശ് മാറ്റിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചിലവാക്കിയിട്ടുണ്ട്, എന്തുമാത്രം ക്യാഷ് വിഡ്രോവൽ ഉണ്ട്, ഇതൊക്കെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ വീഡിയോ വരെയുണ്ട്. ഈ കാശ് കൊടുക്കുന്നതിൻ്റെയും സഹായിക്കുന്നതിൻ്റെയും ഓരോരുത്തർ കല്യാണം നടത്തുന്നതിൻ്റെയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ ഈ ഒരു കാര്യത്തിൽ തെളിവൊന്നും ഇല്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. എല്ലാ തെളിവുകളും ഉണ്ട്. അതുകൊണ്ടാണ് BJP സർക്കാർ പോലും ഇത്രയും കൂളായിട്ട് നിൽക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങളല്ല ചെയ്തത്, ആ സംസ്ഥാനത്തെ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ അതൊരു കോടതിയാണ് ചെയ്തത് എന്ന് പറയുന്നത്. കോടതിയിൽ ഇതിൻ്റെ എല്ലാം തെളിവ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നൂരി പോകാനായിട്ട് ഒരു മാർഗ്ഗമുള്ളൂ. ഇപ്പം തന്നെ ഈ CPM-കാരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും കൂടി ചേർന്ന് ഈ പ്രശ്നം ആകെ കുളമാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ന്യൂനപക്ഷത്തിന് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇങ്ങനെ പ്രശ്നമാക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നവർക്ക് വാശി കയറും. അവരെന്താ ചെയ്യുക? അവരതിനനുസരിച്ച് കൂടുതൽ തെളിവുമായിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി തെളിവുണ്ട്, വിദേശ ഫണ്ട് വന്നതും അതിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് ഇതിനകത്ത് തെളിവ് കാണിച്ച് കോടതിയിൽ നിന്ന് ഊരിപ്പോരാമെന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ട് NIA അതിനകത്ത് പോയി അതാദ്യം മനസ്സിലാക്കുക. കാരണം NIA-യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും കൂടുതൽ തെളിവുണ്ടാക്കും. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സമാധാന ചർച്ച നടക്കണമെങ്കിൽ, ഈ പ്രശ്നം ഡിസോൾവ് ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കണം. അതവർ ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? ഹിന്ദുവിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അവരിൽ ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളെന്താ മുസ്ലിം കോളനിയിൽ പോയിട്ട് അവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇതുപോലെ പൈസ കൊടുത്തോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോ മാറ്റാത്തത്? അതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഹിന്ദുവിനെ മാത്രം മാറ്റുന്നു? എന്തുകൊണ്ട് ഈ ട്രൈബൽസിനെ മാത്രം മാറ്റുന്നു? മിസോറാം എന്ന സംസ്ഥാനത്ത് 85% 90% ക്രിസ്ത്യാനികളാണ്. എങ്ങനെ ഇത്രയും വന്നു? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. വെറുതെ എടുത്തിയാടി കയറിയിട്ട് നീതി കിട്ടുന്നില്ല എന്ന് പറയില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, BJP സർക്കാർ ഹിന്ദുവിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും അങ്ങോട്ട് അംഗീകരിക്കില്ല. അതുകൊണ്ട് ന്യായം പറഞ്ഞുകൊണ്ട്, നീതി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാതിരിക്കുക. ഇപ്പോൾ എത്രയും പെട്ടെന്ന് സോറി പറഞ്ഞ് അവിടുന്ന് ഊരിപ്പോകാൻ നോക്കുക. ഇനി ഇത് ആവർത്തിക്കില്ല, ഇത്രയൊക്കെ മതി, ഇത്രയും ചർച്ചകളൊക്കെ മതി, ഇനി ഞങ്ങൾ ചർച്ചയൊന്നും പണിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഊരി മാറാൻ പറ്റുമെങ്കിൽ നോക്കുക. അല്ലാതെ നിയമം പറഞ്ഞുകൊണ്ട് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇനി കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ സിസ്റ്റർമാരുടെ കൂട്ടത്തിൽ വേറെ വലിയ അച്ഛനും മുത്തപ്പനും എല്ലാവരും അകത്ത് പോകേണ്ടി വരും. എന്തിന്? മണി മാനിപ്പുലേഷൻ കാരണം. ഒന്നോർത്തോളുക, ശ്രദ്ധിച്ചോളുക. നമസ്തേ.